റിച്ചും ആയിരുന്നല്ലേ കുറച്ച്? അല്ല അത്യാവശ്യം കൂട്ടുകുടുംബത്തിൽ ഒരുമിച്ച് കണ്ടു. അപ്പൊ അന്ന് കണ്ടപ്പോ നിങ്ങൾ ഓ സംസാരിക്കും. എന്തൊരു ജാടായിരുന്നു ഈ മനുഷ്യന്. റെഡ് ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും. അപ്പൊ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് 30 രൂപയുടെ എന്തോ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് വെച്ച് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഇവള് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ജാടയാണ്. വീട്ടിൽ പിടിച്ചു എന്ന് പറയുന്ന പ്രണയമല്ല പിടിച്ചത്. ഒരുപാട് സംസാരിച്ചതിന്റെ ഞങ്ങൾ ഇഷ്ടം അന്യോന്യം പറഞ്ഞിട്ടില്ല. ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. അത് അങ്ങനെയുള്ള വരാനുള്ള വഴി അങ്ങനെ എങ്ങനെ പോയാലും ഞങ്ങളത് കണക്റ്റാണ്. എങ്ങനെ നിങ്ങളുടെ ആ പ്രണയത്തിന് കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ദൈവം കുറെ കൂട്ടുകാര് ഒരു കാര്യമില്ലാത്തൊരു മീഡിയ പണ്ടികൾ അങ്ങനെയല്ലേ. പണ്ട് ഞാൻ സൂര്യൻ പടിഞ്ഞാറ് ഒതുക്കുക എന്ന് പറഞ്ഞാൽ സംഭവിക്കുകയാണ്. ഇപ്പൊ ഞാൻ കിഴക്കാന്ന് പറഞ്ഞാൽ സംഭവിക്കുക. മെയിനായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യില്ല ഷാവിന്റെ വീട്ടിൽ നിന്നുള്ളതാണ് എന്റെ വീട്ടുകാരുടെ പ്രശ്നം. അപ്പൊ ഞാൻ തോന്നി അന്ന് ഇല്ല ഒളിച്ചോടേണ്ടത് അത് ഒളിച്ചോണ്ടത് പിറ്റേ ദിവസം തോന്നി. കാരണം ആ വയ്ക്കാനെങ്കിലും വേണ്ട. ഒന്നുമില്ല ഇവളുടെ ഇല്ല എന്തായാലും 300 രൂപ ഉണ്ടായിരുന്നു. ആ പാലൂർ പോകാനുള്ള പൈസ 300 രൂപ കൊണ്ടുപോയി ഊര് തന്നെ ഇറങ്ങിയിരിക്കുന്നു. അല്ല അന്ന് ചേട്ടനാണ് ആദ്യം സിനിമയിൽ വന്നത്. മിമിക്സ് ആക്ഷൻ 500 1994 അല്ലേ? ഇത് 96 ആദ്യമായിട്ട് പ്രേമലേഖൻ, സത്യഭാമയുടെ പ്രേമലേഖൻ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടത് ഏത് സെറ്റിലായിരുന്നു? അല്ല ഒരുമിച്ച് കണ്ടത് കോട്ടപ്പുറത്തെ കുട്ടികളുമാണ്. പക്ഷെ ഒരുമിച്ച് അതൊരു കാഴ്ചയല്ല. ഞങ്ങൾ ജസ്റ്റ് കണ്ടു കേട്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഞങ്ങൾ സംസാരിച്ചൊക്കെ തുടങ്ങുന്നത് കോരപ്പം തന്നെ. കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബമില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ. രണ്ടും കോയാണ്. മണിച്ചേട്ടന്റെ കൂടെ പേരായിട്ട് അന്നത്തെ ഒരു പരിഷ്കാരിയായിട്ടുള്ള ഒരു വേഷവും അല്ലേ? പിന്നെ നല്ല ഞാൻ ഈ അടുത്ത സിനിമ കണ്ടു. അത് ശരിക്കും നല്ല നമ്മള് കൽപ്പന ചേച്ചിയുടെ കൂടെയും ഉർവശി ചേച്ചിയുടെ കൂടെയും നല്ല റോളായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്തു. എന്നുവെച്ചാൽ ആസ്മതി ഞാൻ തുടക്കക്കാരിയാണ്. എൻ്റെ ഒരു 5ാമത്തെ 6ാമത്തെ പടമായിരിക്കും കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം തോന്നുന്നുണ്ട്. പക്ഷേ ആ ഒരു പപ്പൻ നെരിപ്പറ്റായിരുന്നു ക്യാരക്ടർ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പം ഏത് തമിഴ് പടത്തിൻ്റെ റീമേക്ക് ആണല്ലോ ഈ കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം. പൊണ്ടാട്ടി സൊന്നാ കേട്ടിരിക്കണം അതിൻ്റെ റീമേക്ക്. അപ്പോൾ ഇങ്ങനെ അന്നിങ്ങനെ വന്ന് പക്ഷെ എനിക്ക് ഭയങ്കര കാരണം എല്ലാ ലെജൻസ് അല്ലേ എൻ്റെ കൂടെ. മിൻ ചേച്ചിയുണ്ട്, കൽപ്പന ചേച്ചിയുണ്ട്, പൊടിച്ചേച്ചിയുണ്ട്, കുട്ടേട്ടൻ, പിന്നെ KP അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ, അങ്ങനെ എല്ലാ ലെജൻസിൻ്റെയും കൂടെ അല്ലേ ചെയ്യുന്നത്. പക്ഷെ അന്നൊക്കെ എന്താ വെച്ചാലുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കാർഡ്സ് കളിക്കും. അങ്ങനെയൊക്കെ വേറൊരു പരമ്പല്ലേ പായയില്ലേ പുല്ലുപായ, ഇത് കക്ഷത്ത് വെച്ചുകൊണ്ടാണ് മല കയറി പോകുന്നത് ഷൂട്ടിങ്ങിന്. അത് കോരപ്പന്റെ എന്നിട്ട് അവിടെ ചെന്നിട്ട് വിരിച്ചിട്ട് ചീട്ട് കളിക്കും. അവിടെ മുട്ടക്കുന്നാണ്. അപ്പൊ രാവിലെ നമ്മള് ഷൂട്ട് മുകളിൽ പോകുമ്പോ ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ എല്ലാരും വടിയൊക്കെ കുത്തി, കാരണം മല കയറണ്ടേ, കയറുമ്പോ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുത്തി ചീട്ടും ഉണ്ടാവും. വീരപ്പന്റെ മകളാണ് കോരപ്പന്റെ. അപ്പൊ അവിടെ മുകളിൽ പോയിട്ട് ഷോർട്ടറിന് വരുമ്പോ ഇതെല്ലാം കമത്തി വെച്ചിട്ട് പോകും. എന്നിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാരും കൂടി ഇരുന്ന് കളിക്കും. ഇവൾക്ക് അന്ന് നിറയെ മുടിയാണല്ലോ. ഇപ്പോഴും ഞാൻ ഷൂട്ടിങ്ങിന് എവിടെയും പോകുമ്പോൾ അമ്മമാരൊക്കെ പറയും വൈഫ് നന്നായിരിക്കണം, അവരുടെ മുടി അങ്ങനെ കേട്ട് കേട്ട് എൻ്റെ മുടിയൊക്കെ പോയി. എന്നും പോകുമ്പോഴും അങ്ങനെ ചോദിക്കും. പിന്നെ ഭയങ്കര വ്യത്യാസം. പിന്നെ പ്രസവത്തിന് ശേഷം എനിക്ക് വേണ്ടത് അവള് കുറച്ച് വണ്ണം വെച്ചു. അപ്പം വെച്ചതിന് ശേഷമുള്ള വ്യത്യാസമുള്ളൂ. അപ്പം മുടിയും കുറേയൊക്കെ പലരും ചോദിക്കും, കാണുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും. പക്ഷേ ഈ ഷാവട്ടൻ വന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഞാൻ ഇൻഡസ്ട്രിയിൽ ഞാൻ അത്ര ഈ പറഞ്ഞ എനിക്ക് അല്ല ചേച്ചി അത്യാവശ്യം അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ എല്ലാ തരത്തിലും ഞാൻ കഷ്ടപ്പെട്ടു. ഇവളൊക്കെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ കഷ്ടപ്പെട്ടു പോയാ. അതിലേക്ക് വരുന്നതിന് മുമ്പ് കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബത്തിൽ ഒരുമിച്ച് കണ്ടു. അപ്പൊ അന്ന് കണ്ടപ്പോ നിങ്ങൾ സംസാരിക്കും. ഓ എന്തൊരു ജാടായിരുന്നു ഈ മനുഷ്യന്. ജാടയൊന്നുമില്ല, പരിചയമില്ലാത്ത ആളെ വെച്ചത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് റെഡ് ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും. കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന അന്നത്തെ കൂളിംഗ് ഗ്ലാസ് അറിയാലോ. അന്ന് ഞാൻ സിനിമയിലൊന്നും ആയിട്ടില്ല. ഇങ്ങനെ അല്ലല്ല, റൈബാന്റെ ഡ്യൂപ്ലിക്കേറ്റ് 30 രൂപയുടെ എന്തോ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് വെച്ച് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഇവള് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ജാടയാണ്. ഞാൻ മൊത്തത്തിൽ നോക്കിയ സമയത്ത് ഗ്ലാസ് അഴിക്കണം. എല്ലാരോടും മിണ്ടിയനോട് മിണ്ടിയതേ ഇല്ല. അപ്പൊ ആദ്യം തന്നെ ഒരു നമ്പറായിരുന്നു അത്. നല്ല റെഡ് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് എനിക്ക് നല്ല രസമായിരുന്നു. ലാലേട്ടനെ അന്ന് പെൺകുട്ടികൾ നോട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവള് പക്ഷെ അന്ന് അത് വലിയല്ലായിരുന്നു. ഞാൻ ഷാർട്ടിന്റെ മിമിക്രി ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണോ കെട്ടിയത്? അന്ന് കണ്ടപ്പോ പിന്നെ കൽപ്പന ചേച്ചി അവരൊക്കെ മിണ്ടിയോ? എല്ലാവരോടും മിണ്ടി. കൽപ്പന ചേച്ചി ഇവളെ വിട്ടേച്ചി.
എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും മിണ്ടി സംസാരിച്ചു, ഇവർ പോയി. വേറെ ആരും കൂടെ ഉണ്ടായിരുന്നു ചേട്ടാ? എൻ്റെ കൂടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അന്ന് വെറുതെ വന്നാണ് ഷൂട്ട് അല്ല, ഞാൻ പപ്പേട്ടനെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഡൊമിനിക് പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു, പപ്പൻ നെല്ലിപ്പറ്റ പറഞ്ഞ. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണുകയും കൂടെ ആവശ്യമുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് റോസ് ചേച്ചിയും കൽപ്പന ചേച്ചിയും ഒക്കെ അവരൊക്കെ അറിയാമല്ലോ. അവരെ കണ്ട് അപ്പം അതിൽ ഇവരെ ഒന്നും പരിചയമില്ല. അവരോട് കണ്ട് സംസാരിച്ച് ഞാനങ്ങ് പോയി. പിന്നെ ഈ കൂളിംഗ് ക്ലാസ് ഉള്ളതുകൊണ്ട് ആരും കാണാനും പറ്റും. അതില് ചേച്ചിയുടെ ക്യാരക്ടർ ഞാൻ അന്ന് ജാട ഇല്ലായിരുന്നെങ്കിൽ കാണിച്ചില്ലായിരുന്നു എന്റെ മൈൻഡ് ആയിരുന്നു. ഇല്ല അപ്പൊ നോട്ടീസ് ചെയ്ത് അപ്പൊ അല്ലെങ്കിൽ പറയും വായിൽ നോക്കി അല്ല, അപ്പൊ ഞാൻ ചോദിച്ചത് ആരാണ് ചേച്ചി പറഞ്ഞത് ഷാജു ഇങ്ങനെ മോഹൻലാലിലേക്ക് ഇമിറ്റേറ്റ് ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ മിമിക്രി അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം അന്നിങ്ങനെ അവരെ ഇങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ കോട്ടപ്പുറത്ത് അല്ല കോരപ്പൻ്റെ ഗ്രീൻ്റെ ലൊക്കേഷനിൽ അവിടെ വെച്ചാണ് പിന്നെ പരിചയപ്പെടുന്നത്. അപ്പം നിങ്ങള് പ്രണയത്തിലേക്ക് വരുവാണെങ്കിൽ ഏത് സിനിമ തൊട്ടാ പ്രണയം സ്റ്റാർട്ട് ചെയ്തത്? അങ്ങനെ പ്രണയമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അല്ല, പ്രണയം സ്റ്റാർട്ട് ചെയ്തതിന് കല്യാണം കഴിക്കുന്നത് പ്രണയം വേണമെന്നില്ല. അന്ന് മറ്റേ മാട്രിമോണിയിലൊന്നുമില്ലല്ലോ, പരസ്പരം അങ്ങോട്ട് കണ്ണും കഥകൾ കൈമാറി കണ്ട് മുഖത്ത് നോക്കുകയല്ലേ പേടിച്ചിട്ട് അങ്ങോട്ട്. പക്ഷെ ഞങ്ങള് നല്ല സുഹൃത്തുക്കളായിരുന്നു. കാര്യങ്ങളൊക്കെ തുറന്നു പറയും, ഈ പറയുന്ന രീതിയിൽ പറയും. പിന്നെ നമ്മളത് കൂടുതൽ ഞങ്ങളെ അടുക്കുകയും കൂടുതൽ സംസാരിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ വീട്ടിൽ പിടിച്ചു എന്ന് പറയുന്ന പ്രണയമല്ല പിടിച്ചത്, ഒരുപാട് സംസാരിച്ചതിൻ്റെ ഫോൺ കോളാണ്. പക്ഷെ അതിൽ റെസ്ട്രിക്ഷൻ വന്നപ്പോഴും സ്വാഭാവികമായിട്ടും നീ ഇത് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ആ നിയമം ഇന്നത്തെ പിള്ളേർക്ക് അന്നത്തെ പിള്ളേർക്കുണ്ട്. ചെയ്യേണ്ട പറയുമ്പോൾ ശരി എന്നാ പിന്നെ അങ്ങനെ അതിൽ സീരിയസ് ആയി, വീട്ടിൽ സ്ട്രിക്റ്റ് ആയി. അപ്പം നമ്മൾ കാണാൻ പറ്റാത്ത സമയത്ത് ശരിക്കും പറഞ്ഞ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ള ഇഷ്ടമില്ലാതെ നമ്മൾ ഫോണിൽ സംസാരിക്കില്ലല്ലോ, നമ്മൾ ഒരുപാട് ഫോൺ കോൾസ് വരില്ലല്ലോ. അപ്പൊ നമ്മൾ സംസാരിക്കുന്നതിൽ നമുക്ക് രണ്ടുപേർക്കും അറിയാം. ഞങ്ങൾ ഇഷ്ടം അന്യോന്യം പറഞ്ഞിട്ടില്ല, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. അത് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഷാർട്ട് കോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്റെ കോൾ വരേണ്ട ഏത് ഭാഗത്ത് ഷൂട്ടിംഗ് എവിടെയാണ്. ഡിക്ഷണറിയിൽ തന്നെ ആ വാക്കൊക്കെ മാറ്റിയെന്ന് ഐ ലവ് യു. ഇപ്പം പക്ഷെ എല്ലാരും ഐ ലവ് യു എന്നൊക്കെ പറയും. പണ്ട് പക്ഷെ ഐ ലവ് യു പറയല് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. ഞങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം സർപ്രൈസ് ആയിരുന്നു. കാരണം വെച്ചാല് ഇപ്പോൾ ഞാനൊരു വർക്ക് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണം TS സജീറിന്റെ മറ്റേ ഒഴിവുകാലം എന്നുള്ള ഒരു സീരിയൽ. അപ്പോൾ ആ സീരിയൽ പണ്ട് ഷാർട്ടിനൊക്കെ അഭിനയിച്ചാണ്, അതിന് കുറച്ച് കാലം മുമ്പ്. അപ്പോൾ അവരത് വീണ്ടും എടുത്ത് ചെയ്യണം. അപ്പോൾ അതിലൊരു പുതിയ ക്യാരക്ടർ എൻട്രി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആ ക്യാരക്ടറിനെ എന്നെ ചൂസ് ചെയ്ത്. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ അതിൽ സെലക്റ്റായി, ഞാൻ അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സജ്ജേട്ടൻ വിളിച്ചു, ഞാൻ ആ ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിന് പോവാണ്. അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് അതിലൊരു കഥാപാത്രമായിട്ട് മൂപ്പരുണ്ടെന്ന്. ഞങ്ങൾക്ക് അങ്ങനെ കുറെ സർപ്രൈസ് ആയിട്ടുള്ള കുറെ കാര്യമുണ്ട്. കാരണം അതിന് ആർട്ടിസ്റ്റുകളുടെ പേര് വരാനുള്ള വഴി അങ്ങനെ എങ്ങനെ പോയാലും ഞങ്ങൾ കണക്ട് ആവും. എല്ലാ സിനിമയിലും ഒരുപാട് സിനിമകളിൽ കോരപ്പന്റെ ഗ്രേറ്റില് പിന്നെ അടുപ്പിച്ചായിരുന്നു രണ്ട് പടം. അത് രണ്ടും പാലക്കാട് ലൊക്കേഷൻ. പിന്നെ ഏത് പടത്തിലായിരുന്നു? നമ്മളെങ്ങനെ മാറിപ്പോയാലും നിങ്ങള് നിങ്ങൾ ഒരുമിച്ച് എന്നുള്ള രീതിയിലേക്ക് കൊണ്ട് എത്തിക്കും. അപ്പൊ നമ്മള് ഏകദേശം സമയം എടുത്തിരിക്കും. അവര് എത്ര സിനിമ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്? 3-4 സിനിമ സീരിയല്. സ്നേഹസമ്മാനം എന്ന് പറഞ്ഞൊരു സീരിയലില് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിട്ട്. അത് ഭയങ്കര കോമഡി ആയിരുന്നു. എന്നെ വിളിച്ചിട്ട് അതിന്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പം അതിന്ന് ഡേറ്റിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഏത് വർക്കിന്റെ. അപ്പം ഞാൻ പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണേട്ടനോട് പറഞ്ഞ് അതിന് ഡേറ്റ് ക്ലാഷ് ഉണ്ടോ നോക്കിയിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ട് ഇൻഡസ്ട്രിയിൽ ആരോ വിളിച്ചപ്പം ഇങ്ങനെ എന്ന് വെച്ചാൽ ഷാർട്ടിൻ്റെ ആയിട്ട് പരിചയമുള്ള ആരോ വിളിച്ചപ്പോഴാണ് ഷാജു ഇപ്പം ഇങ്ങനെ വർക്കാണ് ചെയ്യുന്നത്. നമ്മൾ അയ്യോ എന്നെ ഇത് വിളിച്ചാണല്ലോ, പിന്നെ വേഗം ഡേറ്റ് ഒക്കെ അല്ല, അത് ഒരുപാട് കമ്മിറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊരു കാരണം ഷാർട്ടിനും കൂടി ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഒരുമിച്ച് സത്യം പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോ ഒരു ഇഷ്ടം തോന്നി, ഒരുപാട് സിനിമയിൽ ഒന്നിച്ചിട്ട് പരസ്പരം തോന്നുമല്ലോ, അതൊരു സ്വാഭാവികം. പക്ഷെ കോയിൻസിഡൻസ് ആയിട്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. ആഭരണ ശരത്ത് പറഞ്ഞാൽ വിജയ് സാറിന്റെ പടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മെയിൻ റോൾ ചെയ്ത് ശരത്തും ധന്യൊക്കെയാണ് ചെയ്തത്. മുരളി സാറ്, പ്രസാദ് സാറ് എല്ലാവരും ഉണ്ട്. അപ്പോൾ പ്രസാദ് സാറിൻ്റെ മക്കളാണ് ഞാൻ, പഴയ സുചിത്ര ചേച്ചി ഞങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഇതുപോലെ സുചിത്ര ചേച്ചിയുടെ പേരായിട്ട് കിച്ചുവേട്ടൻ, കൃഷ്ണകുമാർ കിച്ചുവേട്ടൻ വന്നു. അപ്പോൾ എനിക്കൊരു പേര് വേണം. അപ്പോൾ എനിക്ക് പേരിന് വേണ്ടി 2-3 പേര് വന്ന് പാലക്കാട് ലൊക്കേഷൻ വന്നിട്ട് അവരൊന്നും വിജയ് സാറിന് സെറ്റ് ആവുന്നില്ല. അപ്പോൾ സാറൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ നമ്മുടെ ഡയറക്ടർ പത്മകുമാർ പേട്ടൻ എന്നോട് ഒന്ന് ചോദിച്ചു, ചാന്ദിനി നമ്മുടെ പാലക്കാട് ഷാജു ഉണ്ട്,
നിങ്ങൾ തമ്മിൽ ഹൈറ്റിലൊക്കെ എങ്ങനെ കറക്റ്റാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഞാൻ അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആണ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമുണ്ടാവില്ല പപ്പേട്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഹൈറ്റൊക്കെ ഓക്കെ ആയിരിക്കുമല്ലോ, പപ്പേട്ടത് അറിയില്ലാണ്. അപ്പോൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പപ്പേട്ടൻ പോയിട്ട് ശശി സാറോട് പറഞ്ഞു. അപ്പോൾ ശശി സാറിന് ചോദിച്ചു ഹൈറ്റ് ഇവർ തമ്മിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. അങ്ങനെ ഷാട്ടൻ വന്നു. അവസാനം ഷാട്ടന ക്യാരക്ടർ ചെയ്തു. അല്ലല്ല, ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല, പപ്പേട്ടനാണ് എൻ്റെ മെയിനായിട്ട്. പപ്പേട്ടൻ എന്നോട് ചോദിച്ചു എന്ന് മാത്രം ഷാട്ടിൻ്റെ ഹൈറ്റൊക്കെ കറക്റ്റ് ആവുമോ എന്നുള്ളത്. അതൊക്കെ ഇങ്ങനെ കോയിൻസിഡൻസ് ആയിട്ട് വന്ന കാര്യം. നിങ്ങളുടെ ആ പ്രണയത്തിന് കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ദൈവം കുറെ കൂട്ടുകാരും അപ്പൊ കൊറേ സിനിമകൾ കഴിഞ്ഞപ്പോ നമുക്ക് ഒരുമിക്കാന്നുള്ള ഒരു ഇത് വന്നല്ലോ. എനിക്ക് ഈ പെണ്ണിനെ തന്നെ പപ്പുചേട്ടൻ ആ സിനിമയിൽ പറഞ്ഞ പോലെ ഈ കുട്ടിയോട് മാത്രം ഇഷ്ടം തോന്നാൻ കാരണം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും എന്തായിരുന്നു ഇഷ്ടം തോന്നാൻ കാരണം? എനിക്ക് ആക്ച്വലി പൊതുവെ നമ്മളൊരു നമുക്ക് കംഫർട്ടാണ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇതാവില്ല. സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഒരു പ്രണയം ഉണ്ടെങ്കിൽ അതിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നെ ഞെട്ടിച്ച അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്തൊരു ആളായിരുന്നു, ഒട്ടുമല്ല. പിന്നെ അവളുടെ ഒരു ഇഷ്ടം നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഭയങ്കര നമുക്കൊരാളിൽ നമ്മളോടൊരു ഇഷ്ടം ഫീൽ ചെയ്യുന്ന ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ആളോടൊരു ഇഷ്ടം തോന്നും. അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ പണ്ടുകൾ അങ്ങനെയല്ലേ. പണ്ട് ഞാൻ സൂര്യൻ പടിഞ്ഞാറ് ഒതുക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ കിഴക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നു. അല്ല, അവൾക്ക് ആ ഒരു ഇഷ്ടം അവൾക്ക് കാണിക്കില്ല. ബട്ട് നമുക്ക് സംസാരത്തിൽ അറിയാം. നമുക്ക് ഭയങ്കരമായിട്ട് അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, എൻ്റെ വിഷയങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. അതൊക്കെ ഓക്കെ. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഞങ്ങൾ ചെറിയ സാധാരണ ഫാമിലി, ചെറിയ വീടൊക്കെയാണ്. ഞാൻ തിരുവള്ളയുടെ അമ്മയും ഷൂട്ടിങ് പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിലൊരു ദിവസം കയറ്റി ഇവളറിയാൻ വേണ്ടിയിട്ട്. ആക്ച്വലി അമ്മയ്ക്ക് അവർക്കറിയില്ല. അവർ ആക്ച്വലി കോർട്ടിഷൻ്റെ വീടായിരുന്നു. കയറും ചെറിയ ഞങ്ങളുടെ മുണ്ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഇരുന്ന് അകത്ത് കയറിയിട്ട് പോയി. ഞാൻ പറയും അതാണ് വീടെന്ന് അറിയണം, നാളെ കയറി വരുന്നു. പക്ഷേ ഒരു ആക്ടർ എന്നാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള എൻ്റെ സാമ്പത്തിക സ്ഥിതിയോ എൻ്റെ വിഷയങ്ങളോ എൻ്റെ പ്രാരാബ്ദങ്ങളോ വിഷയമോ ഒന്നും അല്ലാതെ എൻ്റെ കൂടെ ഒരു ദിവസം ഇറങ്ങി വന്നതാണ്. അതുവരെ ഓക്കെയാണ്. അതുവരെ ഓക്കെ ആയിട്ട് പിന്നെ എത്ര നാൾ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നുള്ളതാണ്. കാരണം ഇതെല്ലാം ഇഷ്ടം കയ്യിൽ കിട്ടുന്നതോട് കൂടിയിട്ട് ഒരു പ്രണയത്തിൻ്റെ ഇഷ്ടം കയ്യിൽ കിട്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു 6 months കഴിഞ്ഞാൽ പിന്നെ ജീവിതം റിയാലിറ്റിയിലേക്ക് നമ്മൾ കടക്കും. ആ റിയാലിറ്റിയിലേക്ക് കടക്കുമ്പോഴാണ് അവൾ ജീവിച്ചത്. ആ ലോകത്തിൽ ആ ഇഷ്ടം ആ കാലഘട്ടം തുടങ്ങി 25 വർഷം വരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയെന്നുള്ളതാണ്. ഇപ്പൊ ഈ സമയം നമ്മൾ ഇന്റർവ്യൂല് അതിന് മുമ്പിലിരിക്കുന്നത് ഇപ്പൊ അതുകൊണ്ടാണ്. അതെ അതെ. അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അന്നെന്ന് വെച്ചാൽ കല്യാണം കഴിയുന്നവര് ആ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ കെട്ടും, ചിലപ്പം കുറെ കാലം കഴിഞ്ഞ് ഒരുപാട് വയസ്സായ അമ്മമാരൊക്കെ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ വെച്ച് കണ്ടുപോയി നിങ്ങൾ പിരിഞ്ഞില്ലേ എന്ന് വെച്ചാൽ അവര് വിചാരിക്കും സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ഇഷ്ടം കാണിക്കും, കുറെ കഴിയുമ്പോൾ നമ്മൾ പിരിയും, പിന്നെ അടുത്ത ആളെ അതൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാരില്ല. അതൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ രസമുണ്ട്, നമുക്ക് കൊള്ളാന്നൊക്കെ തോന്നും. പക്ഷെ ജീവിതത്തിനോട് അടുക്കുമ്പോൾ നമ്മൾ എത്ര പേര് ലൈഫിലേക്ക് കയറി വന്നാലും ജീവിതം എന്ന് പറയുന്ന ഒറ്റ ട്രാക്ക് ഒന്നല്ലോ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടുള്ള കംഫർട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉള്ളതിനെ കംഫർട്ട് ആക്കുക എന്നുള്ള അല്ലാതെ മറ്റുള്ളതിനെ തേടിയിട്ട് നമ്മൾ കംഫർട്ട് ഈ പറയുന്ന ഒരു സോണിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ആ ഒരു ജീവിക്കുമ്പോൾ ആ ജീവിതമായിട്ട് അങ്ങ് ജീവിക്കും. ബാക്കിയുള്ള നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നില്ല. നമ്മളെല്ലാ തരത്തിലും ഞങ്ങൾക്ക് 24ാമത്തെ വയസ്സ് ഞാൻ കല്യാണം കഴിച്ചു. അപ്പൊ അവർക്ക് 21 വയസ്സ്. അപ്പൊ ആ ചെറുപ്രായത്തിൽ ആക്ച്വലി നന്നായിട്ട് അടിച്ചു പൊളിച്ച് നടക്കേണ്ട പ്രായമാണ്. അന്നേരമാണ് ഒളിച്ചോടണ്ടെന്ന് തോന്നി അന്ന്. ഇല്ല, ഒളിച്ചോടേണ്ടത് പിറ്റേ ദിവസം തോന്നി. കാരണം ആ ടെൻഷൻ അടിച്ചിട്ട് പിറ്റേ ദിവസം എല്ലാം ടെൻഷൻ ഇവരെല്ലാവരും അവര് സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ ഞാനൊരു 27 കഴിഞ്ഞിട്ട് കെട്ടുള്ളായിരുന്നു. ഓക്കെ, നമുക്ക് സമ്മതമുണ്ട്, അപ്പൊ നമുക്ക് സമയമുണ്ട്. അപ്പൊ നമുക്ക് ലൈഫിൽ ഈ പറയുന്ന രീതിയിൽ അവൾക്ക് അവളുടേതായ ചിലപ്പോൾ കരിയറിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാനുള്ള സമയവും എനിക്ക് മുന്നോട്ട് പോകാനുള്ള സമയം എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണ് വിവാഹം വരുന്നത്. അതെ അതെ. പെട്ടെന്ന് എടുത്തു ചാടി കല്യാണം കഴിച്ച പോലെ തോന്നിയോ? പക്ഷെ അല്ല, തോന്നി. അതാണെങ്കിൽ പിന്നെ നമുക്ക് തോന്നിയത് ഏറ്റവും നല്ല പ്രായത്തിലാണ് തോന്നി. കാരണം മക്കൾ നമ്മുടെ കൂടെ വളരെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ 4 പേരും കൂടെ ഞങ്ങൾ നിൽക്കും ഒരുപോലെയാണ്. ഒരേ ഇപ്പൊ ഇവളുടെ നമുക്കിപ്പോ ഒരു കുറച്ച് കാര്യത്തിൽ ലാഭം കൂടെ ഉണ്ട്. ഇവളുടെ ചുരിദാറും എന്റെ ബനിയനുമാണ് മക്കളിട്ട് നടക്കുന്നത്. അപ്പൊ എനിക്ക് ഒരെണ്ണം എടുത്താണ്. എന്റെ ഷൂ, എന്റെ ചെരുപ്പ്,
ഈ പറയുന്ന അണ്ടർവെയർ ഒഴിച്ച് ബാക്കി എല്ലാം ഉപയോഗിക്കുന്നതാണ്. എന്റെ ഇപ്പൊ മക്കൾക്ക് വേണ്ട എല്ലാ അച്ഛയുടെ വിട്ടു. എന്റെ അതായത് അവർക്ക് പറയുന്നത് വെച്ചാൽ ഫ്രീ ആയിട്ട് അവർ നടക്കണം, അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ഷട്ടിൽ കളിക്കാൻ വേണ്ടി ഞാൻ ഷെൽഫ് തുറക്കുന്ന സമയത്ത് ഒറ്റ ട്രൗസറും ഇല്ല, എല്ലാം എടുത്തിട്ട് പോയിരിക്കാം. ഒരെണ്ണം മുകളിൽ ഒരെണ്ണം താഴെ, രണ്ടുപേരും ഇട്ടുകൊണ്ട് പോയിരിക്കാം. അവർക്ക് ഇഷ്ടം വെച്ചാൽ എന്റെ ഡ്രസ് ഇടാൻ ഇഷ്ടം, ലൂസായിട്ട്. അപ്പൊ ലൂസായിട്ടെന്നല്ല, ഇപ്പൊ ഏകദേശം എല്ലാവർക്കും ടൈറ്റ് ആയി, മൂന്നാൾ ഒരേ സൈസായി. അപ്പൊ ഇവളുടെ അങ്ങനെ പോയില്ല, ചുരിദാറും സാരി അല്ലേ, സാരി കൊടുക്കാൻ മടിയാണ്, ഇതൊക്കെ കൊടുത്തു വരാൻ സമയമുണ്ട്. ഇവളുടെ ഇടയ്ക്കില്ല, എന്റെ കംപ്ലീറ്റ് എടുക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന മക്കള് നമ്മുടെ കൂടെ വളരും. ഇപ്പൊ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഈ പറയുന്ന ആരോഗ്യം എത്രത്തോളം എങ്ങനെയാണെന്നൊന്നും അറിയില്ല കാലഘട്ടത്തിന്റെ പോകും. പക്ഷെ നമ്മൾ നന്നായിട്ട് അവരും നമ്മുടെ കൂടെ നമ്മുടെ ഒരു സംരക്ഷണത്തിൽ അവർ ജീവിച്ചു എന്നുള്ള അവർക്ക് തോന്നുന്നുണ്ട്, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ക്ഷീണം ഉള്ള അല്ലെങ്കിൽ അസുഖമുള്ള നമ്മളൊരു പ്രായത്തിൽ മക്കൾ വരുന്ന സമയത്ത് അവർക്ക് നമ്മളോട് വെറുപ്പാ തോന്നും. അവരുടെ നല്ല പ്രായം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ നമ്മളുടെ അവരെന്താണ് ആ വേവലൻസ് നമുക്ക്. അതെ, ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച അങ്ങനെ ഒരു ഗുണമുണ്ട് എന്ന് പറയുന്നേക്കും. പക്ഷെ ചേച്ചി ആ രജിസ്റ്റർ മാരേജിന്റെ ഇതിൽ ഞങ്ങളുടെ അന്ന് സ്വർണ്ണമൊന്നും കണ്ടില്ല, പിറ്റേത്തെ വേറെ ഏതോ ഫോട്ടോ എടുക്കുമ്പോൾ മൊത്തം സർവാഭരണ വിഭൂഷിതേ നോക്കിയപ്പോ ഒന്നുമില്ല, സ്വർണ്ണമില്ല, ഒന്നുമില്ല. ഇനി എങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അന്നാണ് സ്വർണ്ണത്തിന് വലിയ വിലയില്ല. അല്ല, അത് എന്താ വെച്ചാല് അന്ന് ഞാൻ ശരിക്കും ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ ഇറങ്ങിയ ആളാ. വീട്ടിൽ പാർലറിൽ പോകുന്ന വഴിയാണ് ഷാട്ടം വന്ന് പിക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മള് സൗന്ദര്യം മാത്രമേ ഉള്ളൂ, സ്വർണ്ണമില്ലായിരുന്നു. അല്ല, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്നും ചെയ്തില്ല. കാരണം നമ്മൾ പോകുന്ന ബ്യൂട്ടി പാർലറിൽ നിന്നല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പാർലറിൽ പോയി അവിടെ ചെന്ന് അപ്പോഴേക്കും ഷാട്ടം വരുന്ന ടൈമായി, അങ്ങനെ പോയി. അപ്പൊ അന്ന് നമ്മൾ നോർമലി ഇടുന്ന 2 വളയും ഒരു മാല അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മള് കുറെ സ്വർണ്ണമൊക്കെ മേടിച്ചു വെച്ചാൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മാരേജ്, എന്തായാലും ഒളിച്ചോട്ടാണ് വീട്ടിൽ പോയി. ഇനി ഒന്നുമില്ലെങ്കിൽ പണയം വെക്കാനെങ്കിലും വേണ്ട, ഒന്നുമില്ല, ഇവളുടെ ഇല്ല, എന്റെ 300 പിന്നെ സ്വർണ്ണമൊക്കെ ഇട്ട് 300 രൂപ ഉണ്ടായിരുന്നു. ആ പാർലറിൽ പോകാനുള്ള പൈസ 300 രൂപ കൊണ്ടുപോയി ഊര് തന്നെ ഇറങ്ങിയിരിക്കുന്നു. അല്ല, അന്ന് അതായിരുന്നു കയ്യിലെടുത്തില്ല. കിലുക്കത്തില് തമ്പുരാട്ടി 300 രൂപ സത്യം കല്യാണം കഴിക്കാൻ ഇറങ്ങിയിരിക്കുക. അതും ഉണ്ടായിരുന്നു. എന്റെ ഉണ്ടായിരുന്ന അറിയോ, എന്റെ മുടി ചെയ്യണ കോംബ്രഷ്. കാരണം മുടി ഉണ്ടല്ലോ. അല്ല, സത്യം അതെന്തോ ഞാൻ കയ്യിലെടുത്തു. കാരണം എനിക്ക് അന്ന് മുടി പോട്ടെ എന്ത് സംബന്ധിച്ച അന്ന് ഈ ബ്രഷ് അധികം ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ മുടിയുള്ളത് കൊണ്ട് എനിക്ക് മദ്രാസിന് ഒരു ഹെയർ ഡ്രസ്സർ കൊണ്ട് തന്നാണ്. നമ്മുടെ നാട്ടിൽ ഇത് അവൈലബിൾ അല്ല. അപ്പൊ അതിൽ തന്നെ അപ്പൊ ഞാൻ അത് ഇത്തിരി പേഴ്സ് കുറച്ച് ലെങ്ത് അതിന്റെ ഉള്ളിൽ അത് കൊണ്ടു. അപ്പൊ ഞാൻ കാരണം എനിക്ക് മുടി ചെയ്യാണ്ട് പറ്റില്ല. അപ്പൊ ഞാൻ അതെടുത്ത് സത്യം അതുണ്ടായിരുന്നു എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് വന്ന ചെന്നൈന്ന്. ചെന്നൈ വരെ പോയി വാങ്ങണ്ടേ, അതല്ലേ കയ്യിലെടുക്കാൻ. അപ്പൊ അത് ബാഗ് അതുണ്ടായിരുന്നു. ചെന്നൈ വരെ പോകാനുള്ള പൈസ പോലും ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങളന്ന് വണ്ടിയൊന്നുമില്ല, ഞങ്ങളന്ന് ടാക്സി ഇല്ല, രണ്ടുപേരും സെലിബ്രിറ്റിയാ. പിന്നെ പിറ്റേ ദിവസം അമ്മ വന്നപ്പോ എന്റെ ഗോൾഡ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ അമ്മ ഏൽപ്പിച്ചു. പിന്നെ റിസപ്ഷൻ ആയപ്പോ അച്ഛനമ്മയും ബുദ്ധിമുട്ടികളായിരുന്നു. നിനക്ക് ആദ്യം ഗോൾഡ് എടുത്ത് വരായിരുന്നു. പിന്നെ അതൊക്കെ ലോക്കറിലല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനും അമ്മയും റിസപ്ഷൻ വരുന്ന സമയത്ത് അവര് കുറച്ചുകൂടി ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അതൊക്കെ പിന്നെ എല്ലാം. പക്ഷെ ആ ഒരു ദിവസം ഞങ്ങളായിട്ട് എന്തിനാ ഓടി. പിറ്റേ ദിവസം എല്ലാം ഓക്കെ, നെക്സ്റ്റ് ഡേ എല്ലാരും അത് ചിലപ്പോ യോഗമായിരിക്കും. പ്രതീക്ഷകളോ വിഷയങ്ങളോ സ്വർണ്ണമോ പൈസയോ ഒന്നും ഇപ്പഴാണ് ഞാൻ അല്ല, അന്ന് അതുപോലെ തന്നെ അന്ന് ഒരു പ്രോഗ്രാമിന് മാളച്ചേട്ടൻ വന്ന് അഡ്വാൻസും തന്നു. 5000 രൂപ അഡ്വാൻസ് അന്ന് ഒരു എഗ്രിമെന്റ് ഒക്കെ സൈൻ. ആ പൈസ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്. അതുപോലും എടുത്തിട്ടില്ല. ഞാൻ ഈ പാർലറിലേക്ക് പോകാനുള്ള പൈസ മാത്രം എടുത്തിട്ടാണ് വന്നത്. അപ്പൊ ശരിക്കും എന്തായിരുന്നു അത് അന്ന് നമ്മൾ ഒളിച്ചോടുമ്പോ പോലീസ് പിടിച്ചിരുന്നെങ്കിൽ അവിടെ 10,000 രൂപ കൊടുക്കണമായിരുന്നു. ഷാജി ചേട്ടനില്ലേ, ശരിക്കും എന്തുകൊണ്ടാണ് ഷാജി ചേട്ടനെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതിരുന്നത്? നല്ല സുന്ദരനും നല്ല സൗന്ദര്യം അല്ലായിരുന്നു പ്രശ്നം. കാരണം അച്ഛൻ അതാണ് അതാണ്. പിന്നെ ഷാട്ടൻ പറഞ്ഞില്ലേ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ വീട്ടിൽ ചെന്നപ്പോ അമ്മ കണ്ടല്ലോ വീട്ടിലെ സെറ്റപ്പ്. പക്ഷെ അമ്മയ്ക്ക് അന്ന് ഇതൊന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നോർമലി ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് പറഞ്ഞപ്പോൾ അവരെല്ലാം ചിന്തിക്കുമല്ലോ. അപ്പോൾ അവര്
മെയിനായിട്ട് ചിന്തിച്ചത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യില്ല ഷാവറിൻ്റെ വീട്ടിൽ നിന്നുള്ളതാണ് എൻ്റെ വീട്ടുകാരുടെ പ്രശ്നം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ആവേശത്തിന് ചാടിക്കറി കല്യാണം കഴിച്ചിട്ട് ഞാൻ അവിടെ വീട്ടിലെ പുലിയായിരുന്നു. അപ്പൊ ഇവളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? എനിക്ക് 2 ഏട്ടന്മാരുള്ളത്. ഈ സത്യഭാമയ്ക്ക് ഒരു പ്രേമലേഖന സിനിമയിലെ ക്യാരക്ടർ പോലെ അത്രയും caring ആയിട്ട് രാജകുമാരി പോലെ. വീട്ടിൽ പെറ്റായിരുന്നു. എനിക്ക് അച്ഛനും അമ്മയും 2 ഏട്ടന്മാരാണ്. അപ്പോൾ ഏട്ടന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന 2 ഏട്ടന്മാരാണ്. അപ്പം അവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ ഒരു തരത്തിലും ആ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യും. അവർ കല്യാണം കഴിഞ്ഞ സമയത്തും 1 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. കാരണം അവിടെ ഞാൻ ആ വീട്ടിൽ താമസിക്കില്ല എന്നുള്ള പോലെയായിരുന്നു അവരുടെ രീതികൾ. അങ്ങനെയൊക്കെ തന്നെ കുടുംബത്തിന് സംസാരിക്കുമ്പോൾ അവൾ നിൽക്കുന്നുണ്ടാവില്ല, അവളിങ്ങനെ അവിടെ അങ്ങനൊരു ടോക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിൽ. പക്ഷെ അവളെ നിർത്തി ഞാൻ. ഇഷ്ടം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു അല്ലേ? ശരിക്കും പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടല്ല, അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്ത കാര്യങ്ങളാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പും ഞങ്ങൾ എൻജോയ് ചെയ്ത് വന്ന ആൾക്കാർ. ഞങ്ങൾ കാറ് വന്ന ആദ്യത്തെ കുഞ്ഞിനെ അല്ലേ മോളെ പ്രസവിക്കുന്ന സമയത്ത് അതുവരെ കാറില്ല, ടാക്സിക്ക് എത്ര രൂപ കൊടുക്കണം? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാക്കി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം പോകാൻ പറ്റില്ല. 2 പേരും, ഞാൻ ആക്ട്രസ്സാണ്. അപ്പോൾ പോകുന്നിടത്തെല്ലാം നമ്മൾ വണ്ടി വേണം. അപ്പോൾ പിന്നെ വൈഫ് ഹൗസിൽ പോകണമെങ്കിൽ ഇവൾക്കാണെങ്കിൽ ആ സമയത്ത് വീട്ടിൽ പോകണം എന്നുള്ള ചിന്തയുണ്ടാവും. കാരണം വീട്ടുകാരോടുള്ള വിട്ടു വന്നതിൻ്റെ ഒരു കുറ്റബോധം എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ നമ്മൾ എറണാകുളം ടു ഫുൾ ടാക്സിയാണ്. നമ്മുടെ കിട്ടുന്ന പൈസ മുഴുവൻ ടാക്സിക്ക് കൊടുക്കാനേ ഉള്ളൂ. ഒരു പൈസ ഇതാക്കി എടുക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ നമ്മളിങ്ങനെ ശരിക്കും എനിക്കൊന്നും ഞാൻ ഷാർട്ടിനെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് മണി മാനേജ്മെന്റ് ഒക്കെ പഠിച്ചത്. മറ്റതൊന്നും അറിയില്ല. കാരണം അച്ഛന് അങ്ങനെയായിരുന്നു. അച്ഛൻ കാരണം എനിക്കിപ്പോൾ ഒരു സാധനം വേണം പറഞ്ഞാൽ അച്ഛൻ പറയും നീ പോയി സെലക്ട് ചെയ്തോ വാങ്ങിച്ചോ, അച്ഛൻ പോയി ബില്ല് പേ ചെയ്യും. അങ്ങനെയായിരുന്നു ഞാൻ. എന്ന് വെച്ചാൽ അച്ഛൻ അത്രയും കാര്യം ഒരു വീട്ടിൽ ഒരു കാര്യങ്ങളും ഞാൻ അറിയില്ല. ശരിക്കും ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഏട്ടൻ പറയും ഒരു ഡ്രസ്സിന് വേറെ ഡ്രസ്സില്ല പറഞ്ഞു. ഞാനൊന്നും അങ്ങനെയൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ എൻ്റെ ഞാൻ കലാമണ്ഡലിൽ പോകുന്നവരെ പോയില്ല. അതിന് ശേഷമൊക്കെ ഈ സിനിമയിലൊക്കെ വരുന്ന മുമ്പേ അച്ഛൻ അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള എൻ്റെ ലൈഫ് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഞാനിത് കവർ ചെയ്ത് വരുമോ എന്നുള്ളൊരു ഡൗട്ട് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ കല്യാണത്തിന് ശേഷം ഞാൻ ഒരു അക്കൗണ്ട് ബുക്ക് ഉണ്ടാക്കി, വീട്ടിലെ ചിലവുകൾ എഴുതി വെച്ച് തുടങ്ങി. അതൊക്കെ ഞാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചു തുടങ്ങി. ചില വരവ് അതനുസരിച്ചില്ല. ഷൗട്ടിൻ സീരിയൽ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാം അതായത് ശബരിമല സീസൺ ആയി കഴിഞ്ഞാൽ കറുത്ത മുണ്ടും എടുത്ത് തലക്കെട്ടും എടുത്ത് ചത്ത്, പൊങ്കാല സമയമായി കഴിഞ്ഞാൽ ദേവി, അങ്ങനെ ആൽബങ്ങൾ നിറച്ച് ഡാൻസ് ക്ലാസ് ഒന്നുമില്ല. പിന്നെ ഷോസ് ഉണ്ടായിരുന്നു. നമുക്ക് കുറെ പെയിന്റിംഗ് ഷോ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഓസ്ട്രിയ അങ്ങനെ